പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത കാരണം നമുക്ക് ജോലി ഇല്ലാണ്ടായി. അതാണ് മെയിൻ തിങ്. അല്ല, കാര്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് വി ഹവ് ഗോട്ട് ഇൻ ദ ലാസ്റ്റ് 20 years. I should say, because though they're the cardiologist, that's what I would do. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യാൻ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മസിൽ റിവൈവ് ചെയ്ത് അതിന് ഇപ്പം 3 രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഇവർ ഒന്നിനെ ചെയ്യുള്ളൂ. കൾപ്രിറ്റിനെയാണ് ചെയ്യേണ്ടത്, അല്ല അങ്ങനെയല്ല. അത് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം മൾട്ടിപ്പിൾ സ്റ്റെൻസ് ഇടാൻ പറ്റും. അത് അല്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് സർജറി പറയും. അപ്പോൾ നമ്മൾ ബൈപ്പാസ് സർജറിക്ക് വന്നിട്ട് ഞങ്ങൾ 3 രക്തക്കുഴലിൽ കണക്ട് ചെയ്യും. നെഞ്ചിൻ്റെ അടുത്ത് ഒരു കണക്ട് ചെയ്തതിന് ശേഷം ഇതിനെല്ലാത്തിനും ഒരു കാലാവധി ഉണ്ട്. അപ്പോൾ ആ കാലാവധി കഴിയുമ്പോഴാണ് പിന്നെയും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ അതിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. അത് കൺട്രോൾ ചെയ്തിട്ടും വരും. എന്താ വെച്ചാൽ ഇതൊരു ഏജിങ് പ്രോസസ്സാണ്. ഇപ്പം നമ്മളെ നരയും കഷണ്ടിയൊക്കെ വരുന്ന മാതിരി ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തടുക്കാൻ പറ്റില്ല. ഒരു വേൾഡ് ഹാർട്ട് ഡേൻ്റെ അന്ന് നടന്ന ഒരു കാര്യമില്ല. ദിവസം നമ്മൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. എന്താ വെച്ചാൽ കേരളത്തിൽ കോഴിക്കോട് മാതിരി ഒരു സ്ഥലത്ത് തലേന്ന് നെയ്ച്ചോറും അടുത്ത ദിവസം ബിരിയാണിയുടെ സ്ഥലത്ത് ഫുഡല്ല മെയിൻ ഇഷ്യൂ. വേറെ എന്തൊക്കെയോ ഉണ്ട്, നമുക്കൊന്നും അറിയില്ല. അറിയണ സാധനത്രേ ഉള്ളൂ. മോഡറേഷനിൽ നമുക്ക് നോക്കാം. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരാന്ന് വെച്ചാൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റ് മിക്കവാറും പിന്നെ ഒരു ബൈപ്പാസ് സർജറി ഇന്നത്തെ 10 കൊല്ലത്തിൽ ഞാൻ ചെയ്യാറില്ല. മിക്കവാറും സ്റ്റെൻറ്റിങ് ആക്കി വേണ്ടി വരിക.